morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്. വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ആ ഇരുട്ടിന്റെ അധികാരം എന്ന് പറയുമ്പോൾ ഇരുട്ടിനകത്ത് എന്താ? അവ്യക്തത, അല്ലെ? ഭയം, ഇതെല്ലാം ഉണ്ട് ഇരുട്ടിനകത്ത്. ആ അവ്യക്തതയുടെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്, ഭയത്തിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. ഇപ്പൊ ഇവിടെ ഈ രാജ്യത്തിന് മാത്രം ഒരു പ്രത്യേകത. മറ്റെല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു കാര്യം രാജാവും പ്രജകളുമാണ്. രാജാവ്. പക്ഷെ ഇവിടെ പുത്രന്മാര് ഉള്ളതാണ് ഈ രാജ്യം. ഈ രാജ്യം പുത്രന്മാരുടെ രാജ്യം. ഇവിടെ പുത്രന്മാരാക്കി നിങ്ങളെ നിയമിച്ചു, പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. എവിടുന്ന് വിടുവിച്ച? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും എന്റെയും ജീവിതത്തിനകത്ത് നമുക്ക് സ്തോത്രം ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇതാ. എന്താണെന്നറിയാമോ? ഇരുട്ടിനകത്തിരുന്ന് നമ്മളെ, അവ്യക്തതയിൽ കിടന്ന നമ്മളെ അവിടുന്ന് വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. നമ്മൾ മക്കളായിരുന്നു, പക്ഷെ ഇരുട്ടിലായിരുന്നു. നമ്മൾ മക്കളായിരുന്നു, പക്ഷെ അവ്യക്തതയുടെ അകത്തായിരുന്നു. നമ്മൾ മക്കളായിരുന്നു, നമ്മൾ ഭയത്തിന്റെ കീഴിലായിരുന്നു. പക്ഷെ വിടുവിച്ച് നമ്മളെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ. നിങ്ങൾ ഞാനും പുത്രന്റെ രാജ്യത്തിൽ എന്ന് പറയുമ്പോൾ പുത്രന്മാരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, കർത്താവ് വചനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാ: നാം അവന്റെ കൂടെ വാഴുന്നവരാ. ഇന്ന് പകൽക്കാലം, ഇന്ന് നിങ്ങൾ ഇടപെടുന്ന ജീവിത മേഖലയിൽ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സകല വിഷയങ്ങളിലും ധൈര്യത്തോടെ, അതെ, ഹല്ലേലൂയ, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ യേശുവിന്റെ കൂടെ, കർത്താവിന്റെ കൂടെ സാഹചര്യങ്ങളെ വാഴുന്നവനാ. ആമേൻ. ധൈര്യത്തോടെ നിങ്ങളുടെ ഏത് പ്രതിസന്ധികളെയും, ഹല്ലേലൂയ, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഉറപ്പോടെ അഭിമുഖീകരിക്കുക, ജയത്തോടെ ജീവിക്കുക, സാക്ഷികളായി മാറുക. ലോകത്ത് ക്രിസ്തുവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന അടയാള പാത്രങ്ങളായി കർത്താവ് നിങ്ങളെ മാറ്റട്ടെ. God bless you. Amen.